ബാലേട്ടാ, എൻ്റെ കൂടെ ഒന്ന് വരൂ. ഈ അനീതിയെ ചോദ്യം ചെയ്യണം. ഇത് പ്രബുദ്ധ കേരളമാണ്. ഇതിവിടെ അനുവദിക്കാൻ പാടില്ല. പ്രഭാകര, പ്രബുദ്ധ കേരളത്തിൽ എന്ത് അനീതി നടന്നു എന്നാണ് നീ പറയുന്നത്? ജാതി വർണ്ണ വ്യവസ്ഥകൾ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കിയതല്ലേ? എന്നാൽ ചിലരുടെ മനസ്സിൽ അത് ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട്. അത് തുടച്ചു നീക്കണം. മനസ്സിൽ നിന്ന് മാറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നീ കാര്യം തെളിച്ചു പറ. ഞാൻ തെളിച്ചു പറയാം. ഞാൻ പതിവ് പോലെ റേഷൻ കടയിൽ പോയതാ. കടക്കാരൻ ചോദിക്കുകയാണ് താൻ ഏത് വർണ്ണ വ്യവസ്ഥയിലുള്ള ആളാണെന്ന്. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറയുന്നു ഓരോരുത്തർക്കുള്ള വർണ്ണ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് അരിയെന്ന്. എന്തനീതി, എന്തക്രമം! പ്രഭാര, റേഷൻ കടക്കാരൻ പറഞ്ഞത് 100% ശരിയാണ്. ഇപ്പോൾ വർണ്ണ വ്യവസ്ഥയ്ക്കനുസരിച്ച് തന്നെയാണ് അരിയും ഗോതമ്പും മണ്ണെണ്ണയും ഒക്കെ. പക്ഷേ അത് നീ ഉദ്ദേശിച്ച വർണ്ണ വ്യവസ്ഥ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ അല്ലെന്ന് മാത്രം. പിന്നെ എടോ, ഇപ്പോൾ റേഷൻ കാർഡുകൾ 4 നിറത്തിലാണ് വിതരണം ചെയ്യുന്നത്. യെല്ലോ, പിങ്ക്, ബ്ലൂ, വൈറ്റ് എന്നിങ്ങനെ 4 നിറത്തിൽ. അതെന്തിന്? പഴയ കാർഡിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. കുഴപ്പമുണ്ടായിരുന്നത് കൊണ്ടല്ല, വരുമാനമനുസരിച്ചുള്ള ഒരു കോഡിംഗ് സമ്പ്രദായം 4 കളറിലൂടെ അവതരിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഓരോ കളർ കാർഡിന് എന്തൊക്കെ കിട്ടും, എന്തൊക്കെ കിട്ടില്ല? അത് പറയാം. യെല്ലോ കാർഡ് സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്കുള്ളതാണ്. യെല്ലോ കാർഡ് 28 കിലോ അരിയും 7 കിലോ ഗോതമ്പും ഫ്രീ ആയിട്ട് ലഭിക്കും. ഓ ശരി. ഇനി പിങ്ക് കാർഡ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ളതാണ്. പിങ്ക് കാർഡ് കുടുംബത്തിലെ ഓരോ അംഗത്തിനും 5 കിലോഗ്രാം ഭക്ഷ്യധാന്യം സൗജന്യമായി കിട്ടും. തന്നെ. ഇനിയുള്ളത് ബ്ലൂ കാർഡും വൈറ്റ് കാർഡുമാണ്. സബ്സിഡി ലഭിക്കുന്നവരാണ് ബ്ലൂ കാർഡ് ഉടമസ്ഥർ. 2 രൂപയ്ക്ക് 2 കിലോ അരി കിട്ടും. ഇനി സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്കുള്ളതാണ് വൈറ്റ് കാർഡ്. അതായത് ജനറൽ കാറ്റഗറി എന്ന് പറയാം. അവർക്ക് 8 രൂപ 90 പൈസയ്ക്ക് അരിയും 6 രൂപ 70 പൈസയ്ക്ക് ഗോതമ്പും കിട്ടും. ഇപ്പം നിന്റെ വർണ്ണവ്യവസ്ഥ കൺഫ്യൂഷൻ മാറിയോ? ഇപ്പം മാറി. പക്ഷേ വേറൊരു കൺഫ്യൂഷൻ പിന്നെയും തുടങ്ങി. പ്രഭാകര, എന്താ അത്? ഇപ്പോൾ മഞ്ഞ കാർഡ് കൊണ്ടുപോകുന്നയാളെ യെല്ലോ ഡേർട്ടി ഫെല്ലോ എന്ന് നഴ്സറി കുട്ടികളെ പോലെ കളിയാക്കുമോ എന്നാണ് എൻ്റെ കൺഫ്യൂഷൻ. ഈ നീല കാർഡ് കൈവശം വെച്ച ആളെ ആൾ ബ്ലൂ ആണ് എന്നോ മറ്റോ പറഞ്ഞാലോ? പ്രഭാകര, കളിയാക്കുന്നവരെ കൊടുക്കുന്നതെങ്ങനെ എന്ന ടോപ്പിക്കാണ് ഇപ്പം നീ ഉന്നയിച്ചത്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ റേഷൻ കട അടയ്ക്കും. കാർഡിട്ടാൽ ചോറാവില്ല, അരിയിട്ടാലേ ചോറാവൂ. വേഗം വിട്ടോ.